ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓസ്ട്രേലിയയിലേക്കോ കാനഡയ്ക്കോ UK പഠിക്കാനോ ജോലി ചെയ്യാനോ എങ്ങനെയൊക്കെ പോകാനിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കുറച്ച് സേവ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ എന്തായാലും ഇപ്പോൾ ഓസ്ട്രേലിയയിലായിട്ടാണെങ്കിലോ കാനഡയിലൊക്കെ ആണെങ്കിലോ നാട്ടിൽ നിന്ന് നമ്മൾ പൈസ അയക്കണമല്ലോ. അങ്ങനെ പൈസ അയക്കാൻ നേരത്ത് എങ്ങനെ നമുക്ക് പൈസ സേവ് ചെയ്യാം, ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് മടിച്ചു നിൽക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. യൂഷ്വലി നമ്മൾ നാട്ടിൽ നിന്ന് പുറം രാജ്യത്തേക്ക് പൈസ അയക്കണം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഫീസ് അടയ്ക്കാൻ നേരത്ത്, ആസ് എ സ്റ്റുഡൻ്റ് ആണ് ഞാൻ സംസാരിക്കുന്നത്, ഫീസ് അടയ്ക്കാൻ നേരത്ത്, ലിവിങ് എക്സ്പെൻസ് നമ്മൾ കാണിക്കാൻ നേരത്ത്, പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മൾ ക്യാഷ് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാറുണ്ട്, പിന്നെ ഫോറക്സ് കാർഡിൽ കൊണ്ടുവരാൻ നേരിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കൊണ്ടുവരാൻ നേരത്ത് എങ്ങനെ പൈസ ലാഭിക്കാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത്. യൂഷ്വലി ഇങ്ങനെയൊക്കെ എങ്ങനെ പൈസ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരെ ബാങ്കിൽ ചെല്ലുന്നു, ബാങ്കിലെ ആളുകളോട് സംസാരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറ്. അങ്ങനെ വരാൻ നേരത്ത് കുഴപ്പമൊന്നും ഉണ്ടെന്നല്ല, പക്ഷെ അങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാകുന്നത്. കാര്യം നമുക്ക് ഭയങ്കര ഹൈ എക്സ്ചേഞ്ച് റേറ്റ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അതുകൂടാണ്ട് അവർ നമുക്ക് എക്സ്ട്രാ ഒരു റെമിറ്റൻസ് ഫീസ് എന്ന് പറഞ്ഞിട്ട് അവർ വേറൊരു ഫീസും കൂടി ചാർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ചിലപ്പോൾ ഫീസൊക്കെ അടയ്ക്കാൻ നേരത്ത് ആവശ്യം നല്ല പൈസ ആയിരിക്കും അടയ്ക്കുന്നത്. അങ്ങനെ വരാൻ നേരത്ത് നല്ല നഷ്ടം നമുക്കുണ്ടാവുന്നുണ്ട്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എങ്ങനെ പറയാം, നാട്ടിൽ നിന്ന് നമ്മൾ പൈസ അടയ്ക്കുകയാണ്. ഇപ്പം ഫീസ് അടയ്ക്കേണ്ട സമയം ഇന്നാണ് എൻ്റെ ഫീസ് അടയ്ക്കേണ്ടത്. അപ്പം നാട്ടിൽ നിന്ന് ഒരാൾ ഫീസ് അടയ്ക്കുകയാണ്. അങ്ങനെ വരാൻ നേരത്ത് ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54 രൂപയാന്ന് വെച്ച് കഴിഞ്ഞു. പക്ഷെ നമ്മൾ 54 രൂപ ആയിരിക്കത്തില്ല ബാങ്ക് ചോദിക്കുന്നത്. ബാങ്ക് അത് 56 രൂപയോ 58 രൂപയായിരിക്കും ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ഡോളറിനും അത്രയും എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട സിറ്റുവേഷനാണ് വരുന്നത്. അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ചിലപ്പോൾ അടയ്ക്കുന്ന എത്ര ഡോളറായിരിക്കും ഒരു സെമസ്റ്ററിലെ ഫീസ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസയല്ലേ. അത് അത്രയും എമൗണ്ട് അടയ്ക്കാൻ നേരത്ത് ഈ $2 വ്യത്യാസം വരുന്നത്, അത്രയും പൈസ അയക്കാൻ നേരത്ത് നല്ലൊരു എമൗണ്ട് നമുക്ക് നഷ്ടമാവും. 20,000 30,000 രൂപയുടെ ഒക്കെ നഷ്ടം വരും. അത് ഓരോ ട്രാൻസാക്ഷനിലും അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് വലിയൊരു തുകയുടെ നഷ്ടം വരുന്നത്. അതുകൂടാതെ അതിന്റെ മേളിൽ അവർ എക്സ്ട്രാ ഓരോ ട്രാൻസാക്ഷനും റെമിറ്റൻസ് ഫീസ് എന്ന് പറഞ്ഞ് ചാർജ് ചെയ്യുമ്പോൾ അത് വേറെ നഷ്ടം. അതുകൂടാണ്ട് നമ്മൾ ക്യാഷ് കൺവേർട്ട് ചെയ്ത് ഡോളേഴ്സിലേക്ക് ആക്കുമ്പോഴും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്, അവർ എക്സ്ട്രാ ചാർജ് ചെയ്യും. അതുകൂടാണ്ട് ഇപ്പോൾ ഫോറക്സ് കാർഡ് കൊണ്ടുവരികയാണെങ്കിലും ഇതേ സിറ്റുവേഷൻ. അതായത് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നഷ്ടം വരുന്ന ഒരു സമയം. അപ്പോൾ അതെങ്ങനെ നമുക്ക് നഷ്ടം കുറയ്ക്കാം, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്താണ് ഇപ്പോൾ സൊല്യൂഷൻ്റെ പേരെന്ന് അറിയേണ്ടത്? സൊല്യൂഷൻ്റെ പേരാണ് extravelmoney.com. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇതെന്താണ് ഈ extravelmoney.com? ഇതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫോറക്സ് മാർക്കറ്റിൻ്റെ പേരാണ് extravelmoney.com എന്നുള്ളത്. അതിനകത്ത് കുറേ വെൻഡേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കുറേ വെൻഡേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് യൂഷ്വലി നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണോ അതിൽ നിന്നും വളരെ കുറവായത്, അതായത് ഏറ്റവും കുറവായിട്ടുള്ളൊരു എക്സ്ചേഞ്ച് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണിത്. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് വരുന്നത് ചിലപ്പോൾ 50,000 രൂപ നഷ്ടം വന്നിരുന്ന സമയത്ത് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത് ചിലപ്പോൾ 10,000 ആയിരിക്കും നിങ്ങളുടെ നഷ്ടം വരുന്നത്. അപ്പോൾ അത്രയും പൈസയുടെ വ്യത്യാസം ഇവർ ഗ്യാരണ്ടി ചെയ്യുന്നത്. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് കുറേ പൈസ ലാഭിക്കാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് ഫീസ് അടയ്ക്കണായിക്കോട്ടെ, നിങ്ങൾ ക്യാഷ് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നേ ആയിക്കോട്ടെ, അതുകൂടാണ്ട് ഫോറക്സ് കാർഡിൽ കൊണ്ടുവന്നേ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അവർ അതിനുള്ളൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയൊരു ഡൗട്ടാണ്, നമ്മൾ എങ്ങനെ ഇവരെ വിശ്വസിക്കും? ഇവർ വിശ്വസിച്ച് ഇത്രയും പൈസ നമ്മൾ എങ്ങനെ അയക്കും? എങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവരുടെ ഏറ്റവും വൺ ഓഫ് ദ ലീഡിങ് പാർട്ട്നേഴ്സിൽ ഒരാളാണ് ICICI ബാങ്ക്. അതെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് ICICI ബാങ്ക് വഴി നമുക്ക് പൈസ അയക്കാനോ ഫോറക്സ് കാർഡ് എടുക്കാനോ അല്ലെങ്കിൽ ക്യാഷ് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ചിലവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോൺ വഴി പൈസ അയക്കണേ, അയ്യോ അങ്ങനെയൊക്കെ വിചാരിക്കണവരാണ്. പക്ഷെ ബാങ്കിൽ തന്നെ പോയാലേ എനിക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ആൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനും ഇവർ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ICICI ബാങ്കിൽ നേരിട്ട് ചെന്ന് നിങ്ങൾക്ക് extravelmoney വഴി പൈസ അയക്കാനോ ഫോറക്സ് കാർഡ് എടുക്കാനോ അല്ലെങ്കിൽ പൈസ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും, അവിടെ പോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് നേരിട്ട് ICICI വഴി അയച്ചാൽ പോരെ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരിട്ട് ICICI വഴി അയക്കാൻ നേരത്തും extravelmoney വഴി ICICI ത്രൂടെ നിങ്ങൾ പൈസ അയക്കാൻ നേരത്തും രണ്ടിനും 2 എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അതായത് extravelmoney വഴി ICICIയിലൂടെ പൈസ അയക്കുമ്പോഴാണ് നിങ്ങൾക്ക്
കുറച്ച് എക്സ്ചേഞ്ച് റേറ്റ് അയച്ചാൽ മതി. നിങ്ങൾ ഡയറക്റ്റ്ലി ICICI വഴി അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ എക്സ്ചേഞ്ച് റേറ്റ് കൊടുക്കേണ്ടി വരും. അതാണ് അതിനുള്ള വ്യത്യാസം. പിന്നെ യൂഷ്വലി നാട്ടിൽ നിന്ന് പൈസ അയക്കാൻ നേരത്ത്, അതായത് നോർമലി അയക്കുന്ന പോലെ അയക്കാൻ നേരത്ത് പറ്റുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൈസ എവിടെയാണോ 3-4 ദിവസമായി പൈസ എവിടെയാണോ എന്ത് പറ്റിയെന്ന് ഒന്നും അറിയാൻ പറ്റാത്ത സിറ്റുവേഷന്. പക്ഷേ എക്സ്ട്രാവൽ മണിയുടെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂടെ ഒരാളുണ്ടാവും, നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളെ നിങ്ങളെ ഏൽപ്പിച്ചേക്കുവാണ്. അപ്പം അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് ആളെ കോൺടാക്ട് ചെയ്യാനും ഇപ്പം എവിടെയാണ് പൈസ ഓരോ സ്റ്റേജിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെയാണ് പൈസ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഗൈഡ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഓർക്കണോ, അയ്യോ പൈസ എവിടെയാണെന്ന് അറിയില്ലല്ലോ, ഏത് സ്റ്റേജിലാണെന്ന് അറിയില്ലല്ലോ, ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത്. അപ്പോൾ അതുപോലെയല്ല, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ഒരാളെ തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയേണ്ട. യൂഷ്വലി ഞാൻ കണ്ടേക്കുന്നത്, അയ്യോ 4 ദിവസമായി പൈസ അയച്ചിട്ട് എവിടെയാണെന്ന് അറിയില്ല, ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ എക്സ്ട്രാവൽ മണിയിൽ വരത്തില്ല. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞല്ലോ ലാഭമുണ്ട് ലാഭമുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അവൾ ലാഭമുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ എവിടെയാണ് ലാഭം എന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ അപ്പോൾ അതിനൊരു പ്രൂഫും കൂടി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് ഇന്നത്തെ റേറ്റ് വേണം നോക്കാം. അതായത് ഇന്ന് $1 ഇന്നത്തെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 54.31. അതായത് $1 54.31 രൂപ നിങ്ങൾ അടയ്ക്കണം. അതാണ് സാധാ ഒരു റേറ്റ് കിടക്കുന്നത്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നേരത്ത് കിടക്കുന്ന സംഭവമാണത്. പക്ഷേ അത് ബാങ്ക് വഴി പോകാൻ നേരത്ത് ആ 54.31 ആണോ നിങ്ങൾ കൊടുക്കേണ്ടതല്ല. നിങ്ങൾ മിനിമം ഒരു 56 എങ്കിലും കൊടുക്കണം മിനിമം, അല്ലെങ്കിൽ 56ഓ 57ഓ ആ ഒരു റേറ്റ് എന്തായാലും കൊടുക്കണം. 3-4 രൂപയുടെ വ്യത്യാസം വരും. പക്ഷേ നമ്മൾ അതേ ഒരു സാധനം നമ്മളിപ്പോൾ extravelmoney.com കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത് വെറും 50 സെൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് ഓരോ ഡോളറിനും 3-4 രൂപ എക്സ്ട്രാ കൊടുക്കുന്നതിൻ്റെ സമയത്ത് നിങ്ങൾ എക്സ്ട്രാവൽ മണി വഴിയെ സെൻഡ് ചെയ്യണമെങ്കിൽ വെറും 50 സെൻറ്റ് എക്സ്ട്രാ കൊടുത്താൽ മതി ഓരോ ഡോളറിനും. അപ്പം നിങ്ങളൊരു $1000 അയക്കരുത് ചെയ്യും. നിങ്ങൾ ആദ്യം ഓർക്കുക 3-4 രൂപയല്ലേ, $1000 അയക്കാൻ നേരത്തെ എത്രയായി? 4 രൂപ വ്യത്യാസം വരുവാണെങ്കിൽ 4000 രൂപയായില്ലേ. അപ്പം എന്തായാലും 1000 ഫീസൊക്കെ അടയ്ക്കാൻ നേരത്തെ എത്ര ഡോളേഴ്സ് നമ്മൾ അടയ്ക്കുന്നത്? $20,000, $10,000. അപ്പം അങ്ങനെയൊക്കെ വരാൻ നേരത്തെ നമുക്ക് അത്രയും പൈസ വ്യത്യാസം വരിക. അപ്പോൾ 50 സെൻറ്റ് വെച്ചാണെങ്കിൽ നമുക്ക് അത്രയും പൈസയുടെ ലാഭമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലാഭം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് എങ്ങനെ ക്യാഷ് കൺവേർട്ട് ചെയ്യാം, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ നിന്ന് നമുക്ക് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആക്കിയിട്ട് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. നമുക്ക് വെബ്സൈറ്റിൽ കയറി നോക്കാം. വെബ്സൈറ്റിൽ കയറി നോക്കാൻ നേരത്ത് നമുക്ക് കുറേ വെൻഡേഴ്സിൻ്റെ, ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ അടിച്ച് നോക്കുക ഒബ്വിയസ്ലി. അപ്പോൾ ലൊക്കേഷൻ അടിച്ച് നോക്കാറുണ്ട് കുറേ വെൻഡേഴ്സിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കുറഞ്ഞ എക്സ്ചേഞ്ച് റേറ്റ് ആരാണോ ചാർജ് ചെയ്യുന്നത് അവരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞില്ല ഞാൻ കുറഞ്ഞ എക്സ്ചേഞ്ച് റേറ്റ്, ഓരോരുത്തരും എത്ര എക്സ്ചേഞ്ച് റേറ്റ് ആണ് ചാർജ് ചെയ്യുന്നതെന്ന് കാണാം. അതുകൂടാണ്ട് കുറേ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അങ്ങനെ വരാൻ നേരത്തെ നിങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും കുറഞ്ഞ എക്സ്ചേഞ്ച് റേറ്റ് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആളെ സെലക്ട് ചെയ്യാം. ആളെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനാണ് അവർക്ക് പൈസ അയച്ചു കൊടുക്കാൻ നിങ്ങൾ പ്രിഫർ ചെയ്യണമെങ്കിൽ ഓൺലൈൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അവരുടെ അടുത്ത് കൺവേർട്ട് ചെയ്ത് പൈസ മേടിക്കാൻ ചെല്ലാൻ നേരത്ത് നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പി കൊടുക്കുക, ക്യാഷ് ആയിട്ട് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് മേടിക്കാം. അത് നിങ്ങൾക്കാണ്, നിങ്ങളുടെ ചോയ്സാണ്, ഓൺലൈൻ കൊടുക്കണോ അല്ലാണ്ട് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇനി നാട്ടിൽ നിന്ന് പൈസ അയക്കണമെങ്കിലോ ഫോറക്സ് കാർഡ് കൊണ്ടുവരണമെങ്കിലോ ക്യാഷൊക്കെ കൺവേർട്ട് ചെയ്യണമെങ്കിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണിത്. അപ്പം നിങ്ങൾ എന്തായാലും പോയി നോക്കുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേറെ എന്നാ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.